ക്ലാസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്ന SSC റെയിൽവേയുടെ ഒരു സീരീസ് ആയിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ അതിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് നമ്മൾ പാർട്ട് ഓരോ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ എക്കണോമിക്സിൻ്റെ പാർട്ടായിട്ട് ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഓരോന്നിനും ടൈറ്റിൽ നോക്കി കണ്ട് പഠിച്ചു പോവുക. ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യയുടെ പാർട്ട് 2 ആയിരിക്കും. അപ്പോൾ നമ്മൾ റിമൈനിങ് കുറച്ച് ഇന്നത്തെ സെഷനിൽ എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനിയും വരാൻ പോകുന്നൊരു 4-5 വീഡിയോയോട് കൂടി നമ്മുടെ എക്കണോമിക്സ് ഏകദേശം കംപ്ലീറ്റ് ആകും. അതിനുശേഷം നമ്മൾ പോളിറ്റി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ മസ്റ്റായിട്ടും ഡിലിജൻ്റായിട്ട് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് റിവിഷൻ ചെയ്ത് റിവൈസ് ചെയ്ത് പഠിച്ചോണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ, ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്ന് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. ഇത് വൺ ഓഫ് ദി കോർ ഇൻഡസ്ട്രിയാണ്, എസ്പെഷ്യലി സ്റ്റീൽ ഇൻഡസ്ട്രി. അപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രിയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റീൽ പ്ലാന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എവിടെയാണ്? ബംഗാൾ അയൺ വർക്ക്സ് കമ്പനി തുടങ്ങിയ 1870 തുടങ്ങിയ ബംഗാൾ അയൺ വർക്ക്സ് കമ്പനിയാണ്. ഇതിപ്പോൾ ആക്ച്വലി ജാർഖണ്ഡിലാണ്. അത് ജാർഖണ്ഡിലാണ്. അതായത് ഇന്നത്തെ ജാർഖണ്ഡിലാണ് ഇത് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഫസ്റ്റ് ലാർജ് സ്കെയിൽ പ്ലാൻ വാസ് ടിസ്കോ അറ്റ് ജംഷഡ്പൂർ ഇൻ 1907. ആരാണ്? ജംഷഡ്ജി ടാറ്റ, വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം 1907 തുടങ്ങിയ ടിസ്കോ, ജംഷഡ്പൂരിലെ ടിസ്കോ എന്ന് പറയുന്ന സ്റ്റീൽ പ്ലാന്റ് ആയിരുന്നു ആദ്യത്തെ ലാർജ് സ്കെയിൽ പ്ലാന്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഫസ്റ്റ് എന്നുള്ള ഡെസിഗ്നേഷൻ മാത്രം ഉണ്ടെങ്കിൽ അതേതായിരിക്കും? ബംഗാൾ അയൺ വർക്ക്സ് കമ്പനി ആയിരിക്കും 1870, അതായത് ഫസ്റ്റ് സ്റ്റീൽ പ്ലാന്റ്. ഫസ്റ്റ് ലാർജ് സ്കെയിൽ സ്റ്റീൽ പ്ലാന്റ് ആണെങ്കിലോ അത് ടിസ്കോ ജംഷഡ്പൂരിലെ ബൈ ജംഷഡ്ജി ടാറ്റ in 1907. And the first public sector unit was Visvesvaraya Iron and Steel Works. Visvesvaraya and Iron Steel Works at ഭദ്രാവതി in 1923. ഭദ്രാവതിയിൽ തുടങ്ങിയ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ആയിരിക്കും ആദ്യത്തെ ഫസ്റ്റ് പബ്ലിക് സെക്ടർ യൂണിറ്റ് എന്ന് പറയുന്നത്. പബ്ലിക് സെക്ടർ സ്റ്റീൽ സെക്ടർ യൂണിറ്റ്. ഓക്കെ അല്ലേ? ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്യുന്നത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ചോദിച്ച ഏരിയയിൽ നിന്നും കൂടെ കവർ ചെയ്തിട്ട് ഓരോന്ന് അടുക്കി പോയിന്റ്സ് ആയിട്ട് പോകുന്ന സെഷൻ ആയിരിക്കും ഇത്. നോട്ട് എഴുതി എടുത്തോണേ. ഇനി നോക്കിയേ, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ പ്രൈവറ്റ് ലിമിറ്റഡ് വാസ് സെറ്റപ്പ് ഓൺ January 1954. ഔട്ട് ഓഫ് ദിസ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സെയിൽ വാസ് ഫോംഡ് ഇൻ 1923. അതായത് ഇനി അടുത്ത ഒരു സ്റ്റീൽ ഇൻഡസ്ട്രിയെ പറ്റി, പ്രൈവറ്റ് സ്റ്റീൽ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അത് വന്ന വർഷം 1954. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഫോളോ അപ്പ് ചെയ്താണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അല്ലെങ്കിൽ സെയിൽ എന്ന് പറയും, 1923 കാരണം ഫോം ചെയ്തത്. പിന്നെ നോക്കിയേ, സെയിൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് 5 ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റ്സ് അറ്റ് ഭിലായ്. അതായത് ഈ സെയിലിൻ്റെ ഉത്തരവാദിത്തം എന്താ? ഫോർ മാനേജിങ് 5 ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റ്സ് അറ്റ് ഭിലായ്, ബൊക്കാരോ, ദുർഗാപൂർ, റൂർക്കീല ആൻഡ് സേലം സ്റ്റീൽ പ്ലാന്റ്. ഇത്രയും സ്റ്റീൽ പ്ലാന്റ്സിനെ മാനേജ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി സെയിലിനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ രണ്ട് സെയിലിൻ്റെതും 1923 ഫോം ചെയ്ത സെയിലിൻ്റെതും പിന്നെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ പ്രൈവറ്റ് ലിമിറ്റഡിനെ വർഷം ആലോചിച്ച് വെച്ചേക്കണം. ഔട്ട് ഓഫ് ദിസ് വേണ്ട. 1923 സെയിൽ ഫോം ചെയ്തു. അതിനുശേഷം ഹിന്ദുസ്ഥാൻ സ്റ്റീൽ പ്രൈവറ്റ് ലിമിറ്റഡ് 1954 ഫോം ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. ഓക്കെ, അടുത്ത് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം 6th ലെവൽ പ്രാക്ടീസ് മെത്തേഡിലായിരിക്കും നമ്മൾ പോകുന്നത്. അതായത് ആദ്യം നിങ്ങൾക്ക് ഫസ്റ്റ് ലെവൽ എന്ന് പറയാൻ നിങ്ങൾക്ക് ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ ക്ലാസ്സസിന് ശേഷം എന്തായിരിക്കും? ബേസിക് സർക്കിൾസ് ആയിരിക്കും. അതായത് നിങ്ങൾ ഓരോരുത്തരും ഗ്രൂപ്പാക്കി ഇരുത്തിയിട്ട് നമുക്ക് ഫർദർ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു മെൻറ്റർ സപ്പോർട്ടോടുള്ളൊരു സെഷൻ ആയിരിക്കും. 2.5 മണിക്കൂറത്തെ സെഷൻ ആയിരിക്കും. അപ്പോൾ ബേസിക്സ് ഒക്കെ കുറച്ചുകൂടെ ക്ലിയർ ആവും. അതിനുശേഷം എക്സ്ട്രീം സർക്കിൾ ആയിരിക്കും. അതായത് കുറച്ചുകൂടെ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്ന സെഷൻ ആയിരിക്കും സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. അതും ഈ സെയിം രീതിയിൽ നിങ്ങളെ സർക്കിൾസ് ആക്കി ഗ്രൂപ്പാക്കി തരംതിരിച്ചിട്ട് നിങ്ങളെ കമ്പൈൻ സ്റ്റഡി എന്നുള്ളൊരു കൺസെപ്റ്റിൽ പോയി ഒരു നല്ല വർക്കൗട്ട് മെറ്റീരിയൽ തന്ന് അവിടെയും എന്തായിരിക്കും നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് വേണം. എസ്പെഷ്യലി സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞ് 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു സെഷനാണ്. അതായത് ഓരോ എക്സാമിന് മുന്നോടി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ തരുന്നൊരു സെഷൻ ആയിരിക്കും. അതായത് ഇപ്പോൾ CGL വന്നു, CPO വരുന്നു, IBPS PO വരുന്നു. ഇതിന് ഇനിയും വരാം എക്സാമിൻ്റെ ഇനി ഏത് ഫേസ് ആണോ വരുന്നത്, ആ എക്സാം വരുന്നുണ്ടെങ്കിൽ അതിന് തൊട്ടൊരു 1-2 മാസം മുമ്പ് ഉള്ളൊരു ഇൻറ്റൻസ് വർക്കൗട്ട് സെഷൻ ആയിരിക്കും. ബേസിക്സ് ക്ലിയർ ആയതിനു ശേഷം മാത്രമേ സെഷനിൽ കയറി ഇരിക്കാവുള്ളൂ. അടുത്തത് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമാണ്. അതായത് എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്തു, 2-3 എക്സാംസൊക്കെ ഒരു അറ്റംപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി സമയം കുറേ കിടപ്പുണ്ട് അടുത്ത എക്സാം വരാനായിട്ട്. പക്ഷേ
നിങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻ ഡള്ളായി പോകാതിരിക്കാനായിട്ടാണ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം എന്നുള്ള സെഷൻ വെച്ചേക്കുന്നത്. അതായത് പ്രിപ്പറേഷൻ്റെ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്തു, സോ ദാറ്റ് നിങ്ങൾ എക്സാം വരുന്ന ടൈമിൽ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാതെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ വരുമ്പോൾ എക്സാമിൽ അത് ബൂസ്റ്റായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അടുത്തത് ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് മോക്ക് ഇൻ്റർവ്യൂ ആണ്. മോക്ക് ഇൻ്റർവ്യൂ എസ്പെഷ്യലി SBI PO IBPS PO പോലുള്ള എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ് ഒരു IBPS PO അല്ലെങ്കിൽ SBI PO ഉള്ള എക്സാംസിന്. അപ്പോൾ അതിൻ്റെയും കൂടെ മെറിറ്റ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ വരുന്നത്. അപ്പോൾ അതിലെങ്ങനെ പെർഫോം ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഡെമോ പോലെ നമുക്ക്, അല്ലെങ്കിൽ റിയൽ ടൈം എക്സ്പോഷറിൽ എങ്ങനെ പെർഫോം ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ നമുക്ക് ഇവിടെ പെർഫോം ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് കോച്ചിങ് ആണുള്ളത്, ഏത് ഓൺലൈനും ഓഫ്ലൈനും. അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിഫർ ചെയ്തിട്ട് പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓഫ്ലൈനിൽ ഈ നമ്പറിലും ഓൺലൈൻ ഈ നമ്പറിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ തിരുത്തുണ്ട്. 1973 സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഫോം ചെയ്തത് 1973. കാരണം ആദ്യം തുടങ്ങിയത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതിനെ ഫോളോ അപ്പ് ചെയ്താണ് 1973 ഏത് സെയിൽ ഫോം ചെയ്തത്. ഓക്കെ അല്ലേ? എങ്കിൽ ഇനി അടുത്ത് നോക്കിക്കേ. ഇനിയും നമ്മുടെ മെയിൻ ഇൻഡസ്ട്രീസ്, അതായത് ഇതേയൊക്കെ ടൈമിലാണ് വന്നതെന്നും കൂടെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പറയുന്നതായിരിക്കും. അതല്ലാതെ ഓരോ ഇൻഡസ്ട്രീസും അല്ലെങ്കിൽ സ്റ്റീൽ ഇൻഡസ്ട്രി നമ്മളെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് ഗവൺമെൻറ്റ്സും കൂടെ അല്ലെങ്കിൽ ഫീച്ചേഴ്സും കൂടെ ഉണ്ട്. അപ്പോൾ നോക്കി, ദുർഗാപൂർ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. അപ്പോൾ ദുർഗാപൂരിലെ സ്റ്റീൽ പ്ലാന്റ് വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അസിസ്റ്റൻസോട് കൂടിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചറാണ് നമ്മൾ ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലെ സ്റ്റീൽ പ്ലാന്റ് തുടങ്ങിയത്. അടുത്തത് റൂർക്കീല, അതെവിടെ? റൂർക്കീല ഒഡീഷയിലാണ്. അത് വിത്ത് അസിസ്റ്റൻസ് ഓഫ് ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അസിസ്റ്റൻസോട് കൂടിയാണ് നമ്മൾ ഒഡീഷയിൽ റൂർക്കീലയിൽ പ്ലാന്റ് സെറ്റ് ചെയ്തത്. അടുത്തത് ഭിലായ് ആണ്, ഛത്തീസ്ഗഡിലുള്ള ഭിലായ്. അതും പിന്നെ ജാർഖണ്ഡിലെ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്. അപ്പം ഭിലായ്, ഛത്തീസ്ഗഡിലെ ഭിലായും ജാർഖണ്ഡിലെ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് രണ്ടും സോവിയറ്റ് യൂണിയൻ്റെ ആ ടൈമിലെ സോവിയറ്റ് യൂണിയൻ്റെ ഹെൽപ്പോട് കൂടിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പം കറസ്പോണ്ടിങ് ലൊക്കേഷൻസ് ആൻഡ് സ്റ്റീൽ പ്ലാന്റും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളോ അല്ല ആ രാജ്യങ്ങളുടെ ആ ടൈമിലെ കൺട്രി ഗവൺമെൻറ്റ്സുമാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ ഡെപ്പിക്റ്റ് ചെയ്തേക്കുന്നത്. അതും കൂടെ നോട്ട് ചെയ്തേക്കണം. പിന്നെ ഇത് ഏതൊക്കെ ടൈമിലാണ്, ഏത് ഫൈബർ പ്ലാന്റ് ടൈമിലും കൂടെ വന്നതെന്നും കൂടെ നിങ്ങൾ ആ നോട്ട് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചോണേ. കാരണം അങ്ങനെ കൂടാണ് ഇപ്പോൾ ചോദ്യം വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കി, അടുത്ത ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അലുമിനിയം ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് അത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ ഓരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ബോക്സൈറ്റ് പ്രൊഡക്ഷനിൽ മുമ്പിൽ നിൽക്കുന്ന 3 സംസ്ഥാനങ്ങളാണ് ഒഡീഷ, ഗുജറാത്ത് ആൻഡ് ജാർഖണ്ഡ്. അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് കോട്ടൺ ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. കാരണം ഓൾഡസ്റ്റ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കോട്ടൺ ഇൻഡസ്ട്രിയാണ്. അത് നോട്ട് ചെയ്തേക്കണേ. നിലവിലുള്ള ഇൻഡസ്ട്രീസിൽ ഓൾഡസ്റ്റ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കോട്ടൺ ഇൻഡസ്ട്രിയാണ്. ആൻഡ് ദ ഫസ്റ്റ് ഇന്ത്യൻ മോഡേണൈസ്ഡ് കോട്ടൺ ക്ലോത്ത് മിൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1818 അറ്റ് ഫോർട്ട് ഗ്ലോസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ് 1818 ആദ്യത്തെ ഫസ്റ്റ് ഇന്ത്യൻ മോഡേണൈസ്ഡ് കോട്ടൺ മില്ല് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ആൻഡ് ഇന്ത്യ ഇസ് ദ ലാർജസ്റ്റ് കോട്ടൺ പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ്. അതും നോട്ട് ചെയ്ത് വെച്ചേക്കണം. സെക്കൻഡ് ലാർജസ്റ്റ് ഓരോ ഇൻഡസ്ട്രിക്കും ഇന്ത്യക്ക് അതിനെത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ വഴിയായിരിക്കും സൂപ്പർലൈറ്റ് ഡിഗ്രി വെച്ച് അത് ലാർജസ്റ്റ് ആണോ സെക്കൻഡ് ലാർജസ്റ്റ് ആണോ. അപ്പോൾ കോട്ടൺ ഇൻഡസ്ട്രിയുടെ കാര്യം വരാൻ നേരം ഇത് ലാർജസ്റ്റ് കോട്ടൺ പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ് ആൻഡ് ഓൾസോ ഇന്ത്യയെ സംബന്ധിച്ച് അതിൻ്റെ ഓൾഡസ്റ്റ് ഇൻഡസ്ട്രിയും കൂടാണ്. ഇനി നോക്കിയേ, മുംബൈ ആണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് കോട്ടൺ പ്രൊഡ്യൂസിങ് സെൻറ്റർ എന്ന് പറയുന്നത്. അതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? കോട്ടൺ പോളിസ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടും. ആൻഡ് അഹമ്മദാബാദ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് സെൻറ്റർ ഓഫ് കോട്ടൺ പ്രൊഡ്യൂസിങ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. അതിനെ മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടും. അതല്ലാതെ ബോസ്റ്റൺ ഓഫ് ദ ഈസ്റ്റ് എന്നും അറിയപ്പെടും. ഇനി കോയമ്പത്തൂർ, ഇങ്ങ് സൗത്തിലോട്ട് വരികയാണെങ്കിൽ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിനെ മാഞ്ചസ്റ്റർ ഓഫ് സൗത്ത് ഇന്ത്യ എന്നും. ആൻഡ് കാൺപൂർ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ ജനറലായിട്ട് പറയുകയാണ് ഏറ്റവും വലിയ സെൻറ്ററാണ് ഫോർ കോട്ടൺ പ്രൊഡക്ഷൻ. അതിനെ മാഞ്ചസ്റ്റർ ഓഫ് നോർത്ത് ഇന്ത്യ എന്ന് അറിയപ്പെടും. അപ്പോൾ മാഞ്ചസ്റ്റർ ഓഫ് നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് കാൺപൂർ, കോയമ്പത്തൂർ എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ ഓഫ് സൗത്ത് ഇന്ത്യ. ആൻഡ് മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ ഇൻ ജനറൽ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദാണ്. അതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ബോസ്റ്റൺ ഓഫ് ദ ഈസ്റ്റ്. ഇപ്പോൾ മുംബൈ എന്ന് പറയുന്നതോ കോട്ടൺ പോളിസ് ഓഫ് ഇന്ത്യ. അത് കഴിഞ്ഞ് വരുന്നത് ജൂട്ട് ഇൻഡസ്ട്രിയാണ്. നമ്മൾ മെയിനായിട്ടുള്ള ഇൻഡസ്ട്രീസ് നോക്കിയാണ് വരുന്നത്. കുറേ ഇൻഡസ്ട്രി, ഇത് മാത്രമല്ല, ഇന്ത്യക്ക് ഇഷ്ടംപോലെ ഇൻഡസ്ട്രീസ് ഉണ്ട്, എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് നോക്കും. പക്ഷേ മെയിനായിട്ടും ഇന്ത്യയുടെ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കിപ്പോണേ. പിന്നെ അടുത്തത് ജൂട്ട് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ജൂട്ട് ഇൻഡസ്ട്രിയുടെ ഫസ്റ്റ് മോഡേണൈസ്ഡ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് രേഷ്ട്ര, വെസ്റ്റ് ബംഗാളിലെ രേഷ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് 1885 ഫസ്റ്റ്
ഏതാ ഇൻഡസ്ട്രിയൽ മോഡേണൈസ്ഡ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഓഫ് ജൂട്ട് ഇൻഡസ്ട്രി തുടങ്ങിയത്. ഇനി നോക്കിയേ, ജൂട്ട് പ്രൊഡക്ഷൻ സാധാരണ നമ്മൾ കിലോഗ്രാമിലല്ല പറയുന്നത്, ബെയിൽസ് എന്ന് പറയുന്ന യൂണിറ്റിലായിരിക്കും ജൂട്ട് പ്രൊഡക്ഷൻ മെഷർ ചെയ്യുന്നത്. അതായത് ഒരു ബെയിൽ എന്ന് പറഞ്ഞാൽ 332.5 കിലോഗ്രാം ആയിരിക്കും. അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി അടുത്ത് വരുന്നത് പേപ്പർ ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ പേപ്പർ ഇൻഡസ്ട്രിയിലും ദ ഫസ്റ്റ് മെക്കനൈസ്ഡ് പേപ്പർ മിൽ വാസ് സെറ്റപ്പ് ഇൻ 1812 അറ്റ് സെറാംപൂർ ഇൻ വെസ്റ്റ് ബംഗാൾ. കാരണം ഫസ്റ്റ് മെക്കാനൈസ്ഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇതെന്തായിരുന്നു, അൺസക്സസ്ഫുൾ ആയിരുന്നു, അതിനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. 1812 വെസ്റ്റ് ബംഗാളിലെ സെറാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഫസ്റ്റ് മെക്കാനിസ്റ്റ് പേപ്പർ മിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഫർദർ അതിന് പ്രോഗ്രസ് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അത് അൺസക്സസ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഫസ്റ്റ് സക്സസ്ഫുൾ പേപ്പർ മിൽ എന്ന് പറയുന്നത് ബലിഗാഞ്ച് എന്ന് പറയുന്ന അന്നത്തെ കൽക്കട്ടയിൽ 1867 തുടങ്ങിയ ഇത് ബലിഗാഞ്ച് എന്ന് പറയുന്ന പേപ്പർ ഇൻഡസ്ട്രി ആയിരുന്നു. അതായിരുന്നു ഫസ്റ്റ് സക്സസ്ഫുൾ. ഇപ്പം ലേബിൾ നോക്കിക്കാണും, ഫസ്റ്റ് സക്സസ്ഫുൾ എന്ന് പറയുന്ന കൽക്കട്ടയിൽ 1867 തുടങ്ങിയ ബലിഗാഞ്ചും ഫസ്റ്റ് മെക്കനൈസ്ഡ് സക്സസ്ഫുൾ അല്ലെങ്കിലും പേരിൽ ഫസ്റ്റ് വരുന്ന മെക്കനൈസ്ഡ് ആയിട്ടുള്ള പേപ്പർ മിൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളിൽ സെറാംപൂരിലുള്ള 1812 തുടങ്ങിയ ഇൻഡസ്ട്രി ആയിരുന്നു. അപ്പോൾ അത് മാറിപ്പോലെ അൺസക്സസ്ഫുള്ളും അൺസക്സസ്ഫുള്ളും തിരിഞ്ഞു പോലെ. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടുകൂടി ഈ ടോപ്പിക് ഇവിടെ അവസാനിക്കും. നെക്സ്റ്റ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്ന ടോപ്പിക് അറിയും. കുറച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2-3 വീഡിയോസും കൂടെ കഴിഞ്ഞ് എക്കണോമിക്സ് നമ്മുടെ ഇന്ത്യൻ എക്കോണമി കംപ്ലീറ്റ് ആവും. ഏകദേശം CGL റെയിൽവേ എക്സാംസിന് ഒരു 80-90% ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോകുന്ന സീരീസാണ്. കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്ത് പോകണം. ഒരു ബ്രേക്ക് പോലും വരുത്തരുത്. കാരണം ലാസ്റ്റ് ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇതാവും, ബർഡൻ ആവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഫിസ്ക്കൽ പോളിസി ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.